ഹലോ എവ്രി വൺ, 9th ചാപ്റ്റർ നമ്പർ റിലേഷൻ സംഖ്യാബന്ധങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് 10 മിനിറ്റിൽ ആൻസർ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ എക്സാമിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റിവൈസ് ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഏത് ചാപ്റ്ററിന് വേറെ 10 മിനിറ്റ് വേണമെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഫസ്റ്റ് തന്നെ പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? പ്രൈം നമ്പർ 1 പ്രൈം ആണോ? അല്ല, 1 പ്രൈം അല്ല. 2, 3, 5, 7, 9 അല്ല കേട്ടോ. 11, 13 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 17, 19, 23 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആരൊക്കെയാണ്? ഇതുവരെയെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, 2, 3, 5, 7, 11 ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം പ്രൈം നമ്പേഴ്സ്. ഇനി പ്രൈം നമ്പേഴ്സിന്റെ ഫസ്റ്റ് കാര്യം ഇവർ പറയുന്നത് എന്താണ് മക്കളെ? ഒരു പ്രൈം നമ്പറിന്, ഓക്കെ ഞാൻ പറയാണ്, നിങ്ങളോട് പറയാണ്, പ്രൈം നമ്പർ 2² ഇതിന് എത്ര ഫാക്ടർ ഘടകങ്ങളുണ്ട് മക്കളെ? പ്രൈം നമ്പർ വെറുതെ തരികയാണെങ്കിൽ ഇതിന്റെ പവർ നോക്കിയാൽ 2 അല്ലേ? അപ്പോൾ എത്ര? 2 + 1 എത്രയാ? 3 ഫാക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് 3 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരാ? വളരെ സിമ്പിൾ. 1 എടുക്കുക, 2 എടുക്കുക, 2² എടുക്കുക, കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഇതിൻ്റെ ആൻസർ. ഞാൻ പറയാണ് 8 അല്ല, ഒരു പ്രൈം നമ്പർ 11³ 11³ ഫാക്ടേഴ്സ് എത്ര ഉണ്ട്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇതൊരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. അതിന് എത്ര ഘടകങ്ങളുണ്ട്? പവർ എടുത്ത് 3 + 1 എത്രയാ? 4 ഫാക്ടേഴ്സ്, 4 ഫാക്ടർ. ആരൊക്കെയാ? 1 ഉണ്ട്, 1 എടുക്കാൻ മറക്കരുത്. 11, 11² 11³ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. ഓക്കെ, ഞാൻ കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ലല്ലോ അല്ലേ? കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 7⁵5 ഇതിൻ്റെ ഫാക്ടേഴ്സ് എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദർ? കമൻറ്റ് ചെയ്യും. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു പ്രൈം നമ്പർ. ഇനി നമ്മൾ വേറെ നമ്പർ എടുക്കുകയാണ്. ആ നമ്പറിന് 2 പ്രൈമുകളുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ P⁻m × Q⁻n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ m+1 ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂട്ടുക, ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂട്ടുക, മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ, വളരെ സിമ്പിളാണ്. 35 എന്നുള്ള നമ്പർ പ്രൈം ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? ഇതിൻ്റെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 35 എടുക്കുക, എന്തൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാം? 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര? 7 കിട്ടി. 7 വെച്ച് ഡിവൈഡ് 1. അപ്പോൾ എത്ര? 35 എന്ന് പറഞ്ഞാൽ 5 × 7. പവറുകൾ എന്താണ്? 5⁻1 7⁻1. ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എത്രയാണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ മക്കൾ. ആ പവർ നോക്കി 1 അല്ല, ആദ്യത്തെ ആൾ 1. അപ്പോൾ 1 + 1 ഇൻറ്റു മറ്റേ എത്ര? 1 + 1. അപ്പോൾ എത്രയാ മക്കളെ? 2 × 2 4 ഫാക്ടേഴ്സ്. എത്രയാ? 4 ഫാക്ടേഴ്സ്. 4 ഫാക്ടേഴ്സ് ആണിത്. എങ്ങനെയാണ് 4 ഫാക്ടേഴ്സും കണ്ടുപിടിക്കുക? നേരത്തെ വളരെ സിമ്പിളായിരുന്നു. ഒരു പ്രൈം നമ്പറാണ്. ഇത് 2 പ്രൈം നമ്പർ, 2 അഭാജ്യ സംഖ്യയുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. 1 എഴുതുക, ഓക്കെ, 5 എഴുതുക, ഓക്കെ, ഇവിടുത്തെ 7 എഴുതും. മക്കളെ ഇവിടെ 5കളുടെ എഴുതുന്നു, ഇവിടെ 7 എഴുതുന്നു. ഓക്കെ, ഒരു പെട്ടി പോലെ ആലോചിക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും മക്കളെ? 5ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 35. 4 ആൾക്കാരെ കിട്ടിയില്ലേ? 4 ആൾക്കാരെ കിട്ടി. ഈ മെത്തേഡ് തന്നെ ഫോളോ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം 5 × 7 എന്നല്ല, 5² × 7 തന്നാൽ എത്ര ഫാക്ടേഴ്സാണ് മക്കളെ? 5² × 7 175 എന്ന് പറഞ്ഞാൽ 5² × 7 പ്രൈമായിട്ട് നമുക്ക് തന്നു. 5² × 7⁻1 അല്ലേ? എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വളരെ സിമ്പിളാണ്. ഇവിടെ 2 ആണെങ്കിൽ 2 + 1, ഇവിടെ 1 ആണെങ്കിൽ 1 + 1 മൾട്ടിപ്ലൈ ചെയ്തേ. 2 എന്ന് പറഞ്ഞാൽ കൂട്ടി 3 ആക്കി, 1 എന്ന് പറഞ്ഞാൽ കൂട്ടി 2 ആയി. 3 × 2 6 ഫാക്ടേഴ്സ് ഉണ്ട്. 6 ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 1 എഴുതുക. പിന്നെ 5 അല്ലുള്ളത്, 5 ഉണ്ട്, 5² ഉണ്ട്. അപ്പോൾ 1 5 5². ഇനി മറ്റേ ഫാക്ടർ ഏതാ? 7. അവിടെ താഴെ എഴുതുക 7. ഓക്കെ, 1 5 5² എഴുതി. 5³ ഉണ്ട് ഇവിടെ എഴുതുക, 7 ഇങ്ങനെ എഴുതുക. ഇതെല്ലാം മൾട്ടിപ്ലൈ 7 × 5 എത്രയാണ് മക്കളെ? 7ഉം 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35. ഓക്കെ, 7ഉം 5² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എടോ ഏറ്റവും അവസാന റൈറ്റിൽ വരുന്നത് എന്താ? ഈ നമ്പർ ആയിരിക്കും നമ്മുടെ മെയിൻ നമ്പർ 175. ഇതാ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. 1 5 25 7 35 175. 6 ഫാക്ടേഴ്സ് കിട്ടിയില്ലേ? സിമ്പിൾ. ഓക്കെ, അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി 5² × 7² തന്നാലോ? പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി എത്ര ഫാക്ടേഴ്സ് ഉണ്ട് മക്കളെ? 2ഉം 2 ആണ്. അപ്പോൾ എത്രയാ? 3 × 3 അല്ലേ? അപ്പോൾ അത്ര 9 ഫാക്ടേഴ്സ് ഉണ്ടാവും. 9 ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? വീണ്ടും 1 എഴുതുന്നു, ഇവിടെ 5 5². 5ൻ്റെ എല്ലാം എഴുതി കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് എന്താ? 7 എഴുതുക, 7² എഴുതുക. ഇനി എല്ലാവരും മൾട്ടിപ്ലൈ. 5 × 7 35. 5² × 7 എന്ന് പറയുമ്പോൾ 175 നേരത്തെ കണ്ടു. 5 × 49 എത്രയാണ് മക്കളെ? 5 × 49 എന്ന് പറയുമ്പോൾ എന്തൊരു നമ്പർ വരും അല്ലേ? എത്രയാ? അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ 5 × 7² തന്നെ എഴുതി വെച്ചാൽ മതി. 5 × 7²ഉം പിന്നെ 5² × 7². അങ്ങനെ പറയുമ്പോൾ എത്രയാണ്? ഇതെപ്പോഴും ഈ നമ്പർ അവസാനം വരുന്ന നമ്പറാണ്. ക്വസ്റ്റ്യൻ ലക്ഷം തന്നില്ല. 5² × 7². ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്യണ്ട.
അപ്പോൾ 1 2 3 4 5 6 7 8 9 ഫാക്ടേഴ്സ് ആയില്ലേ, 9 ഘടകങ്ങളായി. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിനെക്കാട്ടും വലിയൊരു നമ്പർ നമുക്ക് 3 ഫാക്ടറുകൾ തന്നാൽ എന്താ ചെയ്യുക? 5 ക്യൂബ് ഇൻറ്റു 7 സ്ക്വയറിന് 19 എന്താ ചെയ്യുക? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 3 ഫാക്ടർ വരുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. നമുക്ക് 3 ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് താഴേക്ക് എഴുതാൻ പറ്റും, സൈഡിലേക്കും താഴേക്ക് എഴുതാൻ പറ്റും, പിന്നെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? 1 5 5 സ്ക്വയർ 5 ക്യൂബ്, 5കളുടെ ഇങ്ങനെ എഴുതി 7 എഴുതി നിങ്ങളിങ്ങനെ കണ്ടുപിടിച്ചു 12. ഇനി 12 എന്ത് ചെയ്യുക? നിങ്ങൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 19 സ്ക്വയർ ഉണ്ടെങ്കിൽ 19 സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ. ഓക്കെ, 12 ഉണ്ട് 19 ഇല്ലാതെ, 19 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറെ 12 കിട്ടി. അപ്പോൾ ടോട്ടൽ 24 എണ്ണം കിട്ടി. ഇതും എഴുതണം ഇതും എഴുതണം, 2 സെറ്റ്. 19 സ്ക്വയർ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 19 സ്ക്വയർ ആയിട്ട് എല്ലാം കൂടി മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ, ഇങ്ങനത്തെ ടൈപ്പ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫോർ ഈച്ച് നമ്പർ. ഞാൻ ഇവിടെ ഒരു നമ്പർ എടുക്കുന്നുള്ളൂ, 54. പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചില്ല. ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം, അഭാജ്യ ഘടകങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, 54 നമ്മൾ പ്രൈം ഡിവൈഡ് ചെയ്തു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 27, 2 വെച്ച് വെച്ചിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 3 1 കിട്ടി. 1 കിട്ടിയാൽ നിർത്താം. ഓക്കെ, അപ്പോൾ എനിക്ക് ഫാക്ടേഴ്സ് കിട്ടി. അപ്പോൾ നോക്കിയേ, 54 എന്ന് പറഞ്ഞാൽ 2 ഒരു പ്രാവശ്യം, 54 എന്ന് പറഞ്ഞാൽ 2 ഒരു പ്രാവശ്യം, 3 3 പ്രാവശ്യം ഇൻറ്റു 3 ക്യൂബ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2ൻ്റെ പവർ 1 3. അപ്പോൾ എത്രയാണ്? 1 + 1 ഇൻറ്റു 3 + 1. അപ്പോൾ ആൻസേഴ്സ് എന്താ വരിക? 1 + 1 എത്രയാണ് മക്കളെ? 1 + 1 2, 2 × 4 എത്ര? 8 ഫാക്ടേഴ്സ്. 8 ഫാക്ടേഴ്സ് ഉണ്ട് ഇയാൾക്ക്, 8 ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് എക്സാമിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ സിമ്പിൾ. അവിടെ 2ൻ്റെ ഫസ്റ്റ് പവറും 3ൻ്റെ തേർഡ് പവറല്ല. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ നേരത്തെ മെത്തേഡ് 1 3 3 സ്ക്വയർ 3 ക്യൂബ്, താഴെ എന്താണ്? 1 ഉം 2. അപ്പോൾ എത്ര വരിക? നോക്കിയാൽ 2 × 3 6, 9 × 2 എത്രയാണ്? 18, 2 × 54. നോക്കിയേ, 8 ഫാക്ടേഴ്സ് ആയില്ലേ? 8 എണ്ണമായി. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇനി കോമൺ ഫാക്ടേഴ്സ്, പൊതുവായ ഘടകങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്, ഈ സെയിം മെത്തേഡ് ചെയ്യുക. 45 75 ഏതൊക്കെയാണ് കോമൺ വരിക? രണ്ടാളെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, രണ്ടാൾ 45 പ്രൈം ഫാക്ടറൈസ് ചെയ്തോ. അപ്പോൾ ഇത്ര 5 വെച്ച് ചെയ്യുമ്പോൾ 9 വരുന്നു, 3 3 3 1. ഇപ്പോൾ ഇത്ര 45 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. 75 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ അല്ലേ? അത് 3 വെച്ച് ഡിവൈഡ് ചെയ്തോ. 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 25, 25നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5, 5 1. ഓക്കെ, അപ്പോൾ എത്ര വരിക? 45 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു 2 3 ഉണ്ട് അവിടെ ഇൻറ്റു 5. 75 എന്ന് പറഞ്ഞാൽ 3 × 5 സ്ക്വയർ. കോമൺ ആയ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിൽ നോക്കിയാൽ ഇവിടെ രണ്ടാൾക്ക് 3 ഉണ്ട്, രണ്ടാൾക്ക് 5 ഉണ്ട് അല്ലേ? മക്കളെ ഇവിടെ ഏറ്റവും കുറവ് എടുക്കുക കേട്ടോ. അപ്പോൾ മക്കളെ രണ്ടാൾക്ക് 3 ഉണ്ട്. ഓക്കെ, പക്ഷേ 3ൻ്റെ പവർ ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ എന്താണ്? കുറവുള്ള ആളുടെ എടുക്കുക. അപ്പോൾ എന്താണ്? കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? കോമൺ ഫാക്ടേഴ്സ് കോമൺ എന്ന് പറയുമ്പോൾ 3 ആണ്, പക്ഷേ ഫസ്റ്റ് പവർ എടുക്കുന്നു, അതെടുക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഇവിടെ രണ്ടാൾക്ക് 5 ഉണ്ട്, പക്ഷേ 5ൻ്റെയും കുറവുള്ള എടുക്കുന്നു. ഓക്കെ, കുറവുള്ള. ഓക്കെ, 5 സ്ക്വയർ എടുക്കാൻ പറ്റില്ല, കാരണം 5 സ്ക്വയർ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, 3യും 5 ആണ് എടുക്കാനുള്ളത്. ഈ 3 × 5 ഒക്കെ എടുക്കാം. അത് നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ആൻസർ ഞാൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 × 5. ഇനി 3യും 5 വെച്ച് 1 3 5 15 വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഓരോന്നിനെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇനി എക്സാമിന് 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും പഠിച്ചിട്ട് വേണം. ഈ എക്സാമിന് വരും, എല്ലാ എക്സാമിനും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 144. മക്കളെ 144 എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കുന്ന വേഗം. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ചാൽ 3 ക്യൂബ് എത്ര? 27 × 4 ആണ് വരിക. 4 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര? 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 64 × 9. ഇവനല്ല എന്താണെങ്കിലും. ഓക്കെ, 2⁴ എന്ന് പറയുമ്പോൾ 16 × 9. 16 × 9 ചിലപ്പോൾ വർക്കാവും അല്ലേ? എനിക്ക് തോന്നുന്നു അതാണ് കറക്റ്റ്. എന്നാൽ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് 144 നിങ്ങൾ പ്രൈം ഫാക്ടറൈസ് 72 2 36 7 പിന്നെ എത്ര? 18 2 9 3 3 3 1. നോക്കിയാൽ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 2⁴ × 3 സ്ക്വയറും. 2⁴ × 3 സ്ക്വയർ ഉണ്ടോ? ഇവനല്ല. 2ന് എന്താണെങ്കിലും 4 ടൈംസ് ആണ്, ഇവനല്ല. ഓക്കെ, 2⁴ × 3 സ്ക്വയർ ഇതാ, ഇവനെ കറക്റ്റാണ്, ഇവൻ കറക്റ്റാണ്. പിന്നെ നോക്കണ്ട, എങ്ങനെ വേണം ചെയ്യാം, തിരിച്ചും ചെയ്യാം മറിച്ചും ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചെയ്താൽ ആൻസർ കിട്ടി. ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദെയർ ഇൻ? ഇത് മക്കളെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. 6 സ്ക്വയർ × 3 സ്ക്വയർ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? കമൻറ്റ് ചെയ്തേ. ക്ലൂ പറഞ്ഞുതരാം. ഈ പവർ ഒരെണ്ണം കൂട്ടി മൾട്ടിപ്ലൈ ചെയ്യും. കമൻറ്റ്. ഓക്കെ,
റൈറ്റ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 225 and 275. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോന്നിനും പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയേ 3യും 5യും കിട്ടിക്കഴിഞ്ഞാൽ 135 ആ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അവരുടെ ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, റൈറ്റ് 72 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈം. 72നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. 72നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. 2, 36, 2, 18, 2, 9, 3, 3, 3, 1. അപ്പോൾ 72 എന്ന് പറഞ്ഞാൽ 2�3 × 3² എഴുതി കഴിഞ്ഞു. റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 72. 72ൻ്റെ എല്ലാ ഫാക്ടേഴ്സും എങ്ങനെ എഴുതുക? ഈ മെത്തേഡ് മറക്കരുത്. 1, 2, 2², 2³ 2ൻ്റെ പവേഴ്സ് എല്ലാം എഴുതി താഴെ 3ൻ്റെ പവേഴ്സ് എഴുതുന്നു. എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും നോക്കിയേ? 3 + 1 × 2 + 1 എത്ര വരിക? ഒരു 4 × 3 അപ്പോൾ എത്ര വരിക? 12 ഫാക്ടേഴ്സ് ഉണ്ടാവും. കണ്ടുപിടിക്കാം. ഇവിടെ ഈ പെട്ടിയിൽ 2 × 3 6, 4 × 3 12, 8 × 3 24, 2 × 9 18, 4 × 9 36, പിന്നെ 72. എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിൽ തന്നെ ചെയ്തു. ഓക്കെ, വിച്ച് ആർ ദ ഫോളോയിങ് ആസ് 8 ഫാക്ടേഴ്സ്? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, കമൻറ്റ് ചെയ്തേ ഇത് ഏതാണ് 8 ഫാക്ടേഴ്സ് വരിക എന്ന് കമൻറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? അവിടെ 9 ഇതെന്ന് പറയുമ്പോൾ എത്രയാണ്? നിങ്ങൾ ഓരോന്നും ചെയ്യാം. 12 എന്ന് പറയുമ്പം 3 × 4 × 13. ഓക്കെ, അപ്പോൾ ഓരോ ഫാക്ടർ ഓരോന്ന് നോക്കിയാൽ അപ്പം 3ൻ്റെ പവർ 1, 4ൻ്റെ പവർ 1, അപ്പോൾ എത്ര? അപ്പോൾ 2 × 2 × 2 8. ഇതിന് ആക്ച്വലി 8 ഫാക്ടേഴ്സാണ്. ആൻസർ കിട്ടി. ഞാൻ അറിയാതെ ആൻസർ പറഞ്ഞു. ഓക്കെ, എനിവേസ് ഇങ്ങനെയാണ് ചെയ്യുക. അതോടെ നിങ്ങൾ 10 മിനിറ്റിൽ 11 മിനിറ്റായി ചാപ്റ്റർ പക്ഷേ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്യാൻ മാർക്കറ്റ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ട് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.